വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് മലയൻകീഴ് മണപ്പുറം ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1-ാം ക്ലാസ്സുകാരിക്ക് അധ്യാപകരുടെ മർദ്ദനം. സ്കൂളിലെ അധ്യാപികയായ രാഖിയാണ് കുട്ടിയെ മർദ്ദിച്ചത്. സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നു. കുട്ടികളെ ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നുമാണ് ആരോപണം. സ്കൂളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ബാലാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി തുടരുകയാണ്. ശാലിനി, നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഗുരുതരമായ ആരോപണം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. നിഷ്കളങ്കമായ മനസ്സിനുടമയായ കുഞ്ഞും ആ കാര്യങ്ങളൊക്കെയും തുറന്നു പറയുന്നുമുണ്ട്. പ്രധാനമായും ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് തന്റെ ടീച്ചർക്കെതിരെ, അവരുടെ പെരുമാറ്റത്തിനെതിരെ പറയുന്നത്, കുടുംബം പറയുന്നതും എന്താണ്? KP നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ബുക്ക് എടുത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട കുട്ടിയെ ബുക്ക് എടുത്ത് വെച്ചതിന് ശേഷവും രാഖി എന്ന് പറയുന്ന അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായി. കുട്ടിയെ അടിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പരാതിയായി ഉന്നയിക്കുന്നത്. അതിനുശേഷം ഈ സ്കൂൾ അധികൃതരെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ കാര്യമായ നടപടികളൊന്നും തന്നെ ഈ അധ്യാപകർക്കെതിരെ എച്ചമായിട്ടുള്ള ആളുകൾ എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരാതി. കൂടാതെ തന്നെ ഒരു നിമിഷം, ഇപ്പോൾ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ശ്രീ അറക്കൽ ബേബിച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അറക്കൽ ബേബിച്ചൻ, ഈ കുഞ്ഞ് നിങ്ങളോട് ഈ സ്കൂളിൽ നടക്കുന്ന ഈ പീഡനവുമായി ബന്ധപ്പെട്ട്, അനുഭവിക്കുന്ന വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സാറ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാനിവിടെ കർഷക കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ നിരവധിയായ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോ ഈ സ്കൂളിലെന്ന് പറയുമ്പോൾ 2 വർഷം ഇവരുടെ അനക്സ് ആയിട്ടുള്ള ഇപ്പുറത്തൊരു സ്കൂളുണ്ട്. അവിടെയായിരുന്നു LKG-യിലും UKG-യിലും പഠിച്ചിരുന്നത്. ഇത് 2 കോമ്പൗണ്ടാണ്. അതായത് LKG UKG വേറൊരു സൈഡിലും, അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് മാറിയാണ് ഈ 1-ാം ക്ലാസ് മുതലുള്ള തുടങ്ങുന്ന സ്കൂളും. അപ്പൊ LKG-യിലും UKG-യിലും ഒക്കെ അവിടെയും ഒരു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആയിരുന്നു. പക്ഷെ അവര് വളരെ ഡീസന്റ് ആയിരുന്നു. 2 വർഷം എന്റെ കുഞ്ഞവിടെ പഠിച്ചിരുന്നു. ഈ 2 വർഷവും അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും ആ സിസ്റ്ററിന്റെ ഭാഗത്തുനിന്നും വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ന് വരെ ഒരു പരാതി ഞങ്ങൾക്ക് പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം കുഞ്ഞുങ്ങളെ മൂത്രമൊഴിക്കാനായിരുന്നാലും എന്തിനായിരുന്നാലും കൃത്യമായിട്ട് കൊണ്ടുപോവുകയും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 1-ാം ക്ലാസ്സിൽ ചേർന്ന അന്ന് മുതൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് പീഡനമാണ്. കാരണം ഇവിടുത്തെ ഹെഡ്മിസ്ട്രസ് വേറൊരു സിസ്റ്ററാണ്. ഇവിടെ എല്ലാ ടീച്ചർമാരും അല്ല, മെയിനായിട്ട് 2 ടീച്ചർമാരാണ് ഉള്ളത്. ഒരു രാഖിയും നാൻസിയും. ഇവരാണ് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും, അതായത് കുഞ്ഞുങ്ങളെ മൂത്രമൊഴിക്കാൻ വിടാതിരിക്കുക, ഇങ്ങനെ. അപ്പൊ ആദ്യം ഒരു ദിവസം സംഭവിക്കുന്നത്, എന്റെ കുഞ്ഞിന് സംഭവിക്കുന്നത്, രാഖി എന്ന് പറയുന്ന ടീച്ചർ മോള് ടെസ്റ്റ് എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഇവരത് കാണാതെ കുഞ്ഞിന് എന്താ കുട്ടി ടെസ്റ്റ് എടുക്കാത്തതെന്നും പറഞ്ഞിട്ട് കൈയിലടിച്ചു. അവരുടെ കൈ കൊണ്ട് ഡെൽറ്റോസിനും ഷോൾഡറിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് കുഞ്ഞിനെ അടിച്ചു. അപ്പോൾ ഒരു 70 കിലോ 80 കിലോ സാധാരണ ഒരു ഭാരം വരുന്ന ഒരു ലേഡി ഈ 5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കൈ എങ്ങനെ വന്ന് പതിച്ചാലും അതിൻ്റെതായ ഒരു വെയിറ്റോട് കൂടി തന്നെ ആയിരിക്കും കുഞ്ഞിന്റെ കയ്യിൽ പതിക്കുന്നത്. അന്ന് സ്കൂള് വിട്ട് വന്നതിന് ശേഷം മോക്ക് ഭയങ്കര ക്ഷീണവും ഭയങ്കര വേദനയായിരുന്നു കൈ. അപ്പോൾ ഇപ്പൊ ഞാൻ വൈകുന്നേരം എന്റെ പൊതുപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ എന്റെ കൈ വേദനിക്കുന്നു. അപ്പൊ ഞാൻ പിടിച്ചു നോക്കി. ഞാനൊരു ബോഡി ബിൽഡറും കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മസില് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. കുഞ്ഞു മസിലുകളല്ലേ ഇവിടെ കയ്യില്. അപ്പൊ ഈ കൈ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്, നീരുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുത്ത് മോളെ സമാധാനിപ്പിക്കുകയും, അപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസം മോള് സ്കൂളിൽ പോയില്ല. 3-ാം ദിവസം ഞാൻ മോളുടെ കൂടെ ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ സിസ്റ്ററിനോട്, ഹെഡ് മിസ്ട്രസിനോട് പറയുകയാണ്, സിസ്റ്ററെ, എന്റെ കുഞ്ഞുമോക്ക് മുമ്പൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ മൂക്കില് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ജൂബിലി ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോളെ കൈ കൊണ്ടൊന്നും അങ്ങനെ ഉപദ്രവിക്കരുത്. കാരണം ആ കുഞ്ഞിന് ക്ഷത ഏക്കുമ്പോഴത്തേക്ക് സിസ്റ്റർ എന്തായിരുന്നാലും വലിയൊരാൾ അടിക്കുന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ അയ്യോ അതങ്ങനെയാണ്, സോറി, ഞങ്ങൾ അത് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ കളഞ്ഞ് പരാതി പറയാനും മറ്റൊന്നിനും പോയില്ല. അപ്പൊ അത് ടീച്ചറിനോട് പറഞ്ഞു. അത് ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ മൂത്രം ഒഴിക്കാനായിട്ട് ഇവർ വിടില്ല, യൂറിൻ പാസ് ചെയ്യാൻ വിടില്ല.
അപ്പൊ ഈ കുഞ്ഞുമോള് പല പ്രാവശ്യവും ചോദിക്കും, പിന്നെ ടീച്ചറെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയിക്കോട്ടെ. കാരണം ഈ മഴ സമയത്താകുമ്പോൾ നമുക്കറിയാമല്ലോ സാർ, കാരണം പിന്നെ മൂത്രശങ്ക കൂടുതലാണ് കുഞ്ഞുങ്ങൾ. അതെ അതെ അത് കുഞ്ഞുങ്ങളിലാകുമ്പോൾ അപ്പോൾ മൂത്രമൊഴിക്കാൻ ഇവൾ വളരെ ഇതായിട്ട് ചോദിച്ചു, സിസ്റ്ററെ ടീച്ചറെ ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ. അപ്പൊ ഇവര് അലറുകയാണ്, നോ എന്നും പറഞ്ഞുണ്ട് ഈ കുഞ്ഞിനെ പേടിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ്. അവസാനം ഈ കുഞ്ഞിന് മൂത്രം മുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഇതിന്റെ കഴുത്തിൽ മാതാവിന്റെ ഒരു ലോക്കറ്റ് ഉണ്ട്. ഞങ്ങള് മലങ്കര സഭയിലുള്ള പിന്നെ ആൾക്കാരാണ്. അതെ. അപ്പൊ ഈ കുഞ്ഞ് ഈ മാതാവിന്റെ ഫോട്ടോ ഈ ലോക്കറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ മാതാവേ പിന്നെ എത്രയും പെട്ടെന്നൊന്ന് ഇന്റർവെല്ലായെങ്കിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ പോകും. കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിന്റെ തൊട്ടടുത്തിരിക്കണ കുഞ്ഞ് പറയുകയാണ്, പിന്നെ ദൈവം നമ്മളെ ശരിയല്ലല്ലേ, ദൈവം ശരിയല്ലല്ലേ, ദൈവം നമ്മളെ സഹായിക്കില്ലല്ലോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ. സാർ അത് കേൾക്കുമ്പോ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്. അതെ, ശ്രീ കാരണം ഇതിൽ അരക്കൽ പറയുന്ന- ബേബിച്ചൻ ഇക്കാര്യവും ഈ ഹെഡ് മിസ്സസോട് സൂചിപ്പിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരു വേണ്ടത്ര പരിഗണന നൽകിയില്ല. ഈ ടീച്ചറെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണോ ഈ സ്കൂൾ അധികൃതർ വീണ്ടും സ്വീകരിച്ചത്? അതെ സാറേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സാറ് ഈ കുഞ്ഞ് പിന്നെ വീട്ടിൽ വന്നത് പറയുകയും പിന്നെ നിരന്തരമായിട്ട് വയറുവേദന ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഡോക്ടർ പിന്നെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, കാര്യം പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിനെ മൂത്രമൊഴിക്കാൻ വിടാതിരിക്കാൻ എന്ന് പറഞ്ഞു. ഈ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ബ്ലാഡറൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറത്ത് പോകേണ്ടത് നിങ്ങൾ ആ ടീച്ചറിനോട് നിങ്ങൾ അവിടെ ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ചെല്ലുകയാണ്. രണ്ടാം പ്രാവശ്യം ചെന്ന് പറയണം, സിസ്റ്ററെ ഇന്ന പോലെ മൂത്രമൊഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ ഇങ്ങനെ കുഞ്ഞിന് ഇത്രയും ഇഷ്യൂസ് ഉള്ളതല്ലേ, അതുമല്ല ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ വയറുവേദനയ്ക്കുള്ള, അത് കാരണം മൂത്രമൊഴിക്കാൻ വിടണം എന്ന് പറഞ്ഞു. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴെല്ലാം ഇവർ പ്രൊട്ടക്ട് ചെയ്യണം സാർ. നമ്മളൊരു പരാതി ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റർ ഒരു കന്യാസ്ത്രീയാണ്. നമുക്ക് സമയം വരുന്നുണ്ട് ശ്രീ അരക്കൽ ബേബിച്ചൻ. ഇനി നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ്? ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലേ? കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എല്ലാ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിരവധിയായ കുഞ്ഞുങ്ങൾ, ഈ സ്കൂളിൽ പല പാരന്റ്സിനും ഇതേ പരാതിയുണ്ട്. കുട്ടികൾക്ക് കംപ്ലീറ്റ് വയറുവേദനയും പിന്നെ ഈ യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നിട്ട് നിരവധി പിന്നെ അതായത് നമ്മുടെ മലയങ്കീട് ഹോസ്പിറ്റലിലും കിള്ളി മെഡിസിറ്റിയിലും ഒക്കെ പ്രശ്നം ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ബാലാവകാശ കമ്മീഷന് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ടല്ലോ, അവരുടെ ഭാഗത്തിന് എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? CM-ന്റെ അവിടുന്ന് റിപ്ലൈ വന്നിട്ടുണ്ട് അന്വേഷിക്കാമെന്നുള്ളത്. സാറ് അന്വേഷണം ഇത് നീതിപൂർവ്വമായിട്ട് നടക്കണം സാർ. ഈ രണ്ട് രാഗി എന്നും നാൻസി എന്നും പറഞ്ഞ രണ്ട് ടീച്ചറുടെ പേരുടെയിലും രണ്ടുപേരുടെ പേരിലും അതുപോലെ ഈ സിസ്റ്റർ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഇവരുടെ ഏതായാലും ശ്രീ അരക്കൽ ബേബിച്ചൻ വളരെയധികം നന്ദി. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് കൃത്യമായ രീതിയിലുള്ള മാതൃകാപരമായ ഒരു ശിക്ഷ ഉറപ്പാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാനസികമായും ശാരീരികമായും ഒരിക്കലും പീഡിപ്പിക്കാൻ പാടില്ല. പക്ഷേ അത് ശ്രദ്ധയിൽപ്പെടുത്തിയവരെ പോലും പെടുത്തിയിട്ട് പോലും ബന്ധപ്പെട്ടവർ, അധികൃതർ അവർക്ക് അനുകൂലമായ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. അവർക്കെതിരെ മാതൃകാപരമായ കൃത്യമായ ഇടപെടൽ വേണം. ഇനി ഒരിക്കലും ഒരു കുട്ടിയോടും കുഞ്ഞുങ്ങളോടും ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ അരക്കൽ ബേബിച്ചൻ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും ശാലിനി നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അർഹമായ പരിഗണന, മാതൃകാപരമായ ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ഉറച്ച വിശ്വാസം. ഈ വിദ്യാലയത്തിന്റെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ലഭ്യമാകുന്നുണ്ടോ ശാലിനി? KP, ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പരാതികൾ ഉയരുകയാണ്. കൂടുതൽ പേർ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. പലരും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം. കാരണം നിരന്തരമായി കുട്ടികളെ ഇത്തരത്തിലൊരു ട്രോമയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഈ സ്കൂളിനെതിരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം 1ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അവരുടെ വ്യക്തിവികസനം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മെന്റൽ പ്രഷറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ കുഞ്ഞു കുട്ടികളോടാണ് ഇത്തരത്തിൽ കെയർലെസ് ആയിട്ട് അധ്യാപകർ പെരുമാറുന്നത്. ഒരു മൗലിക അവകാശ ലംഘനം, അല്ലെങ്കിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ അത് പറയുമ്പോൾ ഇന്റർവെല്ലിന് മാത്രം പോയാൽ മതി എന്നൊക്കെയുള്ള ധാർഷ്ട്യം പിടിച്ച മറുപടിയാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും നീതി വേണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള നടപടികളും ഇതിനോടകം തന്നെ ആ രക്ഷകർത്താക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം സ്കൂൾ തുറന്നതേ ഉള്ളൂ, പ്രത്യേക കരുതൽ നൽകണമെന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടിയെ ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെതിരെയാണ്
ഇപ്പോൾ ഇത്തരത്തിൽ പരാതികൾ ഉയരുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി Yes, ഏതായാലും നൽകിയിട്ടുണ്ട്. ശാലിനി ബാലാവകാശ പറഞ്ഞതുപോലെ തന്നെ കമ്മീഷന് കുട്ടികളുടെ ആ മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ആ ടീച്ചർമാരുടെയും അധ്യാപകരുടെയും ഒപ്പം സ്കൂൾ അധികൃതരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ അനിവാര്യമാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.